ചാപ്റ്റർ 5 ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഇപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചു. റാൻഡം വേരിയബിൾ കിട്ടിയാൽ എങ്ങനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എന്താണ് ബൈനോമിയൽ എന്ന് പറയുന്നതിന് മുമ്പായി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജേക്കബ് ബെർണോളിയാണ്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡോ ടെയിലോ. അപ്പം നോക്കൂ, അവിടെ ഔട്ട്കം രണ്ടെണ്ണേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു. അപ്പോൾ ആ ക്വസ്റ്റ്യന് ആൻസർ യെസ് ഓർ നോ ടൈപ്പ്. അല്ല, ഒരു കുട്ടി എക്സാമിന് അപ്പിയർ ചെയ്തു. അപ്പോൾ ആ കുട്ടി പാസ്സാവോ ഇല്ലയോ, അവിടെയും നോക്കൂ ഔട്ട്കം യെസ് ഓർ നോ. അല്ല, നമ്മൾ ഒരു ഓറഞ്ച് സെലക്ട് ചെയ്തു, എടുത്ത ഓറഞ്ച് സെലക്ട് ചെയ്ത ഓറഞ്ച് ഗുഡ് ഓർ റോട്ടൺ, അവിടെയും നോക്കൂ രണ്ട് ഔട്ട്കംസ് ആണ് വരുന്നത്. ഈ 4 എക്സ്പെരിമെൻറ്റിലും നമ്മുടെ ഔട്ട്കംസ് രണ്ടെണ്ണേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു ഔട്ട്കമ്മിനെ നമ്മൾ സക്സസ് എന്നുള്ള പേരിലും അടുത്ത ഔട്ട്കമ്മിനെ നമ്മൾ ഫെയിലിയർ എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുക. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടിയാലാണ് സക്സസ് എന്ന് കരുതിയാൽ ആ സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ പി എന്നുള്ള ലെറ്ററിലാണ് സൂചിപ്പിക്കുക. ഇപ്പം സക്സസ് പി ആണെങ്കിൽ ഫെയിലിയർ കിട്ടാനുള്ള പ്രോബബിലിറ്റിനെ ക്യൂ എന്നുള്ള ലെറ്ററിൽ സൂചിപ്പിക്കണം. പിയും ക്യൂവും രണ്ട് സ്മോൾ ലെറ്ററാണേ. അങ്ങനെയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുക. പഴയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി, ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണെന്ന് പറഞ്ഞു? 1 ആണെന്ന് പറഞ്ഞു. അതേ കണ്ടീഷൻ ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യണം. പിയും ക്യൂവും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 1 കിട്ടണം. ഒരു കോയിൻ 10 ടൈംസ് ടോസ് ചെയ്യണം. അതായത് നമ്പർ ഓഫ് ട്രയൽസ് 10 ആണെങ്കിൽ ഓരോ ട്രയലിലും 2 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഹെഡാണ് കിട്ടുന്നതെങ്കിൽ അതാണ് നമ്മുടെ സക്സസ് എങ്കിൽ സക്സസ് എന്നും ഫെയിലിയർ എന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഓരോ ട്രയലിലും ഔട്ട്കംസ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഔട്ട്കംസ് തമ്മിൽ ഡിപ്പെൻഡൻ്റ് അല്ല. ഇത്തവണ ഹെഡ് വന്നു, അടുത്ത തവണ ടെയിൽ വരട്ടെ എന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോ ട്രയലിലും സക്സസും ഫെയിലിയറും കിട്ടാനുള്ള പ്രോബബിലിറ്റിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് 2 ഔട്ട്കംസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ കോൺസ്റ്റൻ്റ് പ്രോബബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ട്രയലിനെയാണ് നമ്മൾ ബെർണോളി ട്രയൽ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ബെർണോളി ട്രയലിൽ നിന്ന് ബൈനോമിയൽ എക്സ്പെരിമെൻറ്റ്സിലേക്ക് പോകുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തേത് പറയുന്നത് n ഐഡൻറ്റിക്കൽ ട്രയൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഓരോ തവണ ചെയ്യുമ്പോഴും 2 പോസിബിൾ ഔട്ട്കംസേ ഉണ്ടാവുള്ളൂ. ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റീസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഓരോ ട്രയൽസും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇങ്ങനെ 4 കണ്ടീഷൻസാണ് ബൈനോമിയൽ എക്സ്പെരിമെൻറ്റ്സിന് ഉള്ളത്. അവിടെ നിന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷനിലേക്കാണ് പോകുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷനാണ് ഒരു റാൻഡം വേരിയബിള് എക്സ് എന്നുള്ളൊരു റാൻഡം വേരിയബിള് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണ്. എക്സ് റേഞ്ച് ചെയ്യുന്നത് 0, 1, 2, 3 എക്സെട്ര അപ് ടു എൻ വരെയാണ്. ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി ആണ്. ഇനി ഇതല്ലാത്ത കേസിലെല്ലാം n ഈക്വൽ ടു 0, അതർവൈസ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്നും പിയും ആണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് BNP പറഞ്ഞിട്ടാണ്.
എന്നും പിയും പാരാമീറ്ററായ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എൻ പി ആണ്. വേരിയൻസ് എന്ന് വെച്ചാൽ എൻ പി ക്യു ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് എൻ പി ക്യു ആണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആയിരിക്കും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീനും വേരിയൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മീൻ ആയിരിക്കും കൂടുതൽ. ഇനി പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പും പ്രോബബിലിറ്റി ഓഫ് സക്സസും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പിൻ്റെ വാല്യൂ 0.5 ഈക്വൽ ആണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയിരിക്കും. പിൻ്റെ വാല്യൂ പ്രോബബിലിറ്റി ഓഫ് സക്സസ് 0.5 ചെറുതാണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഷേപ്പ് നോക്കുക. തേർഡ് പ്രോപ്പർട്ടി, പിൻ്റെ വാല്യൂ 0.5 കൂടുതലാണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ്. നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ് ഈ കാണുന്നത്. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അഡിക്റ്റീവ് പ്രോപ്പർട്ടി. എക്സ് ഒരു ബൈനോമിയൽ വേരിയബിൾ ആണ്. എക്സിൻ്റെ പാരാമീറ്റേഴ്സ് N1 P ആണെങ്കിൽ വൈ വേറൊരു ബൈനോമിയൽ വേരിയബിൾ ആണ്. വൈൻ്റെ പാരാമീറ്റേഴ്സ് N2 P ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ സം എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഇവ തമ്മിലുള്ള സമ്മും ബൈനോമിയൽ വേരിയബിൾ തന്നെ ആയിരിക്കും. അവിടെ പാരാമീറ്റേഴ്സ് N1 + N2 P ആണ്. ഇതാണ് അഡിക്റ്റീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇനി പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി യൂസിങ് ബൈനോമിയൽ ഫോർമുല. ബൈനോമിയൽ ഫോർമുല വെച്ചിട്ട് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്നിന്റെ വാല്യൂ n = 2 ആണ്. p = പ്രോബബിലിറ്റി ഓഫ് സക്സസ് 0.30, x = 1. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് ബൈനോമിയൽ ഫോർമുല യൂസ് ചെയ്തിട്ട് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ബൈനോമിയലിലെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ f of x = NCX p⁻x q⁻n−x. എക്സ് റേഞ്ച് ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെ? 0, 1, 2, 3 എക്സെട്ര അപ് ടു n വരെ. അപ്പൊ നോക്കുക, എന്നിന്റെ പ്ലേസിൽ ഇവിടെ 2 ആണ് വാല്യൂ, അതുകൊണ്ട് ഇവിടെ 2 നിർത്തി. കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് നോക്കൂ. എക്സിന്റെ വാല്യൂ 1 ആവുമ്പോൾ എന്താണ് പ്രോബബിലിറ്റി? സോ f of 1 = എന്നിന്റെ പ്ലേസിൽ ആരാ? 2 ആണ്. 2c എക്സിൽ ആരാണ്? 1. 2c1. പിന്റെ വാല്യൂ 0.30 റൈസ് ടു എക്സ് എത്രയാന്ന് പറഞ്ഞു? 1 ആണ്. പി 0.30 ആണെങ്കിൽ പിയും ക്യൂവും കൂടി സം ചെയ്യുമ്പോഴാണ് 1 കിട്ടുക. അപ്പൊ 0.30ന്റെ കൂടെ ക്യൂ കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ക്യൂ = 1 - 0.30 ആണ്. ഒന്നിൽ നിന്ന് 0.30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.70 കിട്ടും. അപ്പൊ ക്യൂവിന്റെ വാല്യൂ എന്തായി? 0.70 റൈസ് ടു n 2 ആണ്. 2 - x എത്രയാ? 1, വിച്ച് ഈസ് ഈക്വൽ ടു 2c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് വാല്യൂ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? NCX = n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ഇൻറ്റു n - x ഫാക്ടോറിയൽ. ഈ ഫോമില് അതിനെ സോൾവ് ചെയ്യാം. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ. എക്സിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 മൈനസ് 1 ഫാക്ടോറിയൽ, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 × 2 ആണ്. ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 ആണ്. 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. 1ന്റെ ഫാക്ടോറിയൽ അഗൈൻ 1. 1
കട്ട് ചെയ്തു. പിന്നെ ആര് ഇവിടെയുള്ളൂ? 2/1 പറഞ്ഞാൽ 2 മാത്രം. അപ്പൊ 2 ഇൻറ്റു 0.30 raised to 1 ഇൻറ്റു 0.70 raised to 1 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 0.42 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. n equal to 4, p equal to 0.60, x equal to 3. ഈ 3 വാല്യൂസും വെച്ചിട്ട് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നോക്കൂ, ബൈനോമിയൽ പ്രോബബിലിറ്റി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബൈനോമിയലിന്റെ എഫ് ഓഫ് എക്സ് എന്താ? NCX p raised to x q raised to n minus x x equal to 0, 1, 2, 3 etc. up to n ആണ്. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വാല്യൂ? 4. ഇനി വേണ്ട നോക്ക്, എക്സിന്റെ വാല്യൂ 3 ആവുമ്പോഴുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പൊ എഫ് ഓഫ് 3 ഈക്വൽ ടു n എത്രയാ? 4cx, x 3 ആണ്. p raised to x, p എന്ന് പറഞ്ഞാല് 0.60 raised to എക്സിന്റെ വാല്യൂ എത്രയാന്ന് പറഞ്ഞു? 3 ആണ്. ഇനി ക്യൂ അറിയില്ല നമുക്ക്. ക്യൂ അറിയാൻ എന്ത് നമുക്ക് മാർഗം? ക്യൂവും പിയും കൂടെ സം ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 1 കിട്ടണം. 0.60ന്റെ കൂടെ ക്യൂ കൂടെ സം ചെയ്യുമ്പോ 1 ആണ്. അപ്പൊ ക്യൂ ഈക്വൽ ടു 1 മൈനസ് 0.60 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1ൽ നിന്ന് 0.60 മൈനസ് ചെയ്യുമ്പോ 0.40 എന്ന് ആൻസർ വരും. സോ ക്യൂവിന്റെ വാല്യൂ 0.40 റേസ് ടു n എന്ന് പറഞ്ഞാല് 4 ആണ്, മൈനസ് എക്സിന്റെ വാല്യൂ ഇവിടെ എത്രയാ തന്നിരിക്കുന്നത്? 3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4c3 പറഞ്ഞാല് വാല്യൂ 4 ആണ്. NCX ഫോമില് അതിനെ സോൾവ് ചെയ്തെടുക്കുക. ദെൻ ഇൻറ്റു 0.60 റേസ് ടു 3, അതായത് 0.6 ഇൻറ്റു 0.6 ഇൻറ്റു 0.6 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 0.216 കിട്ടും. ഇൻറ്റു 4 മൈനസ് 3 പറഞ്ഞാല് 1. അപ്പൊ 0.40 റേസ് ടു 1 പറഞ്ഞാൽ എത്രയാ? 0.40 തന്നെയാണ്. ഇനി ഇത് മൂന്നും കൂടി, ഈ 3 നമ്പേഴ്സുകളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.3456 ആണ് പ്രോബബിലിറ്റി എന്ന് കിട്ടും. ഇനി അടുത്ത ടൈപ്പ് ചെയ്യുന്നത്, നമുക്ക് എന്നും പിയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. എന്നിന്റെ വാല്യൂ 100 ആണ്. പി വാല്യൂ തന്നിട്ടുണ്ട് 0.75 ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് മീന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിരിക്കുന്നത് NP ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു n100 ഇൻറ്റു പി 0.75 ആണ്. അപ്പൊ 100 ഇൻറ്റു 0.75 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 75 ആണ് ആൻസർ എന്ന് വന്നു. ദെൻ വേരിയൻസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് NPQ ആണ്. ഇത് കാണാതെ പഠിക്കുക. ഇപ്പൊ NP പറഞ്ഞാൽ എത്രയാ? 75 ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 100 ഇൻറ്റു 0.75 ഇൻറ്റു ക്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് പിയും ക്യൂവും കൂടെ കൂട്ടുമ്പോൾ 1 ആണ് കിട്ടുക. പി 0.75 ആണ്, അതിന്റെ കൂടെ ക്യൂ സം ചെയ്യുമ്പോൾ 1 കിട്ടും. അങ്ങനെയെങ്കിൽ ക്യൂ ഈക്വൽ ടു 1 മൈനസ് 0.75 ആണ്. 1ൽ നിന്ന് 0.75 മൈനസ് ചെയ്യുമ്പോൾ 0.25 ആണ് ആൻസർ. അപ്പൊ ഇവിടെ ആ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനി 100 ഇൻറ്റു 0.75 ഇൻറ്റു 0.25 മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 18.75 ആണെന്ന് കിട്ടും. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഏതിന്റെ റൂട്ട് എടുക്കണം? 18.75ന്റെ റൂട്ട് എടുത്താൽ മതി. 18.75ന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.33 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സെയിം ടൈപ്പില്
മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. n ഈക്വൽ ടു 10, p ഈക്വൽ ടു 0.8. പിന്റെ വാല്യൂ 0.8 ആണെങ്കിൽ പിയും ക്യൂവും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. പി 0.8 ആണ്, അതിന്റെ കൂടെ ക്യൂ സം ചെയ്യുമ്പോൾ 1 ആണ്. സോ ക്യൂ ഈക്വൽ ടു 1 മൈനസ് 0.8 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.2. ഇനി മീനാണ് കണ്ടുപിടിക്കാനുള്ളത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീന് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഫോർമുല എൻ പി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എൻ എത്രയാ വാല്യൂ 10, പി എത്രയാ 0.8. 10 ഇൻറ്റു 0.8 ചെയ്യുമ്പോൾ ആൻസർ എന്താ 8 ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്ന് പറഞ്ഞാല് എൻ പി ക്യൂ ആണ്. അതായത് എൻ എത്രയെന്ന് പറഞ്ഞു 10 ആണ്, പി തന്നിരിക്കുന്നത് 0.8 ആണ്, ക്യൂ എന്ന് പറഞ്ഞാല് 0.2 ആണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 1.6 ആണ് കിട്ടി. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. സോ റൂട്ട് 1.6 ഈക്വൽ ടു ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 1.6ന്റെ റൂട്ട് വാല്യൂ എന്ന് വെച്ചാല് 1.26 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ ഒരു പ്രോബ്ലം കൂടെ. n ഈക്വൽ ടു 36 ആണ്, p ഈക്വൽ ടു 1/6 ആണ്. അപ്പൊ ഇതിൽ നിന്ന് q എങ്ങനെ കിട്ടും? 1 മൈനസ് 1/6 ആണ്. ഒന്നിൽ നിന്ന് 1/6 മൈനസ് ചെയ്യുമ്പോൾ 6 മൈനസ് 1/6, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 5/6 ആണെന്ന് കിട്ടി. ഇനി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എൻ പി ആണ്. ഈക്വൽ ടു എന്നിന്റെ വാല്യൂ 36 ആണ് തന്നിട്ടുണ്ട്, പിന്റെ വാല്യൂ 1/6 ആണ്. 6 36ല് 6 ടൈംസ് പോകും. സോ മീൻ ഈക്വൽ ടു എത്രയായി? 6 ആയി. ഇനി വേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എൻ പി ക്യൂ ആണ്. അതായത് 36 ഇൻറ്റു പിന്റെ വാല്യൂ 1/6 ഇൻറ്റു ക്യൂവിന്റെ വാല്യൂ 5/6 ആണ്. 6 36ല് 6 ടൈംസ് പോകും. അപ്പൊ പിന്നെ ആരേ ഉള്ളൂ? 6 ഇൻറ്റു 1 ഇൻറ്റു 5 ദ ഹോൾ ഡിവൈഡഡ് ബൈ 6 ആയി. അഗെയിൻ 6 കട്ട് ചെയ്തു. വേരിയൻസ് ഓഫ് എക്സ് എത്ര കിട്ടി? 5 ആണെന്ന് കിട്ടി. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ റൂട്ട് 5 ഈക്വൽ ടു 5ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാല് 2.23 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. If you like the video, please subscribe and press the bell icon.